പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ INL ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. സാദിഖ് അലി തങ്ങൾ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നു. മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്താൽ സ്വർഗത്തിൽ പോകാമെന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നു. സാദിഖ് അലി തങ്ങൾ നേതാവാകാൻ യോഗ്യനല്ലെന്നും മുഹമ്മദ് സുലൈമാൻ. Knowing nothing about the Muslims. They are always against mixing religion with politics. Even when I was in IUML, we always declined to mix up religion with politics. Politics is separate. Sir, internal matter, how can I demand resignation? But he does not deserve to be a leader. He had no vision. No vision about the minorities of the country. He knows nothing about the minorities of the country. He is unfit. Yeah, he is unfit to lead the community and the people. ശരത് ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, സാദിഖ് അലി തങ്ങൾ നേതാവാകാൻ യോഗ്യനല്ല എന്നുള്ളതാണ് INL പറയുന്നത്. എന്താണ് സാഹചര്യം, എന്താണ് മറ്റു വിവരങ്ങൾ? INL-നെ പിളർത്തിക്കൊണ്ട് ലീഗ് മുന്നോട്ട് പോകുന്നൊരു നടപടി ഇപ്പോൾ കുറച്ച് INL പ്രവർത്തകരെയും നേതാക്കളെ ലീഗിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി പാണക്കാട് ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ലീഗ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിനെതിരെ കടുത്ത വിമർശനം. അതായത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കുള്ള പ്രതികരണമായി INL-ന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ രംഗത്ത് വന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുകയാണ് INL. ഇടതുപക്ഷത്തിൻ്റെ ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തിയ വയനാട് പ്രധാനമന്ത്രിയുടെ മാർച്ച്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയായിരുന്നു INL-ന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ. അവിടെ വെച്ചാണ് ഇത് സംബന്ധിച്ചിട്ട് രൂക്ഷമായ പ്രതികരണം. ലീഗിനെ മാത്രമല്ല, പാണക്കാട് തങ്ങളെ രൂക്ഷമായി അറ്റാക്കുന്ന, പക്ഷേ സാദിഖ് അലി തങ്ങളെ രൂക്ഷമായി അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും INL ഇതുവരെ പാണക്കാട് കുടുംബത്തെ ആക്രമിച്ചിരുന്നില്ല. കേരളത്തിലെ ഒരു പൊതു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം INL ഇതുവരെ പാണക്കാട് സാദിഖ് അലിയിലെ പാണക്കാട് കുടുംബത്തെയോ ഇതിന് ഇതിൽ ആക്രമിച്ചിട്ടില്ല. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, പാണക്കാട് നിന്ന് പുറത്തിറങ്ങാത്ത, അല്ലെ സ്വന്തം സ്ഥലത്ത് ഒതുങ്ങിക്കഴിയുന്ന, സ്വന്തം സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു നേതാവാണ് സാദിഖ് അലി പാണക്കാട് കുടുംബങ്ങളും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് പുറത്ത്, അല്ലെ കേരളത്തിന് പുറത്ത്, അല്ലെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് എന്താണ് നടക്കുന്നത്, കമ്മ്യൂണിറ്റിക്ക്, അതായത് മുസ്ലിം സമുദായത്തിന് എന്താണ് നടക്കുന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു പരിഗണനയുമില്ല. ബിസിനസ്സുമാരുടെ രാഷ്ട്രീയമാണ് സാദിഖ് അലി തങ്ങളുടേത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും INL-നെ പിളർത്താനുള്ള ലീഗിൻ്റെ നീക്കങ്ങളുള്ള കടുത്ത പ്രതികരണമായിട്ടാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക. അതുപോലെ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം INL ഉറച്ചു നിൽക്കുന്നു. എന്ത് മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും കഴിഞ്ഞ 23 വർഷമായി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കും. അതിനുള്ള സന്ദേശം നൽകാനാണ് താൻ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വയനാട് LDF മാർച്ചിനെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതെന്നും അതും പറഞ്ഞു വെക്കുന്നു. ഏതായാലും സാദിഖ് അലിയും ലീഗിനെയും INL വഴി ആക്രമിക്കാനുള്ള ഒരു നിർദ്ദേശം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് സംശയിക്കേണ്ടി വരും. അത്തരത്തിലുള്ള രൂക്ഷമായ വ്യക്തി അടിസ്ഥാനമായ ഒരു ആക്രമണമാണ്, ഒരു പ്രതികരണമാണ് സാദിഖ് അലി തങ്ങൾക്കെതിരെ INL അഖിലേന്ത്യാ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. ആതിര. ശരി, എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയാണ് INL ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നു, നേതാവായിരിക്കാൻ അൺഫിറ്റ് ആണ് എന്നുള്ളതാണ് INL പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.